2018 നവംബറിൽ തുടങ്ങിയ വയനാട് മേപ്പാടി ചൂരൽമല റോഡ് വികസനം 2025 എങ്ങും എത്തിയിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ്. ആദ്യഘട്ടം വേഗത്തിൽ പോയിരുന്ന നിർമ്മാണം ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് ആക്ഷേപം. നിർമ്മാണം വൈകുന്നതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. റോഡ് ഉപരോധിച്ചാണ് സൂചനാ സമരം നടത്തി ജനങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്. 7 വർഷമായിട്ടും നവീകരണം എങ്ങും എത്തിയില്ല എന്നാണ് ആക്ഷേപം. 2018 നവംബർ 9 തുടങ്ങിയതാണ് റോഡിന്റെ നവീകരണം. മേപ്പാടി മുതൽ ചൂരൽമല വരെ 12.8 കിലോമീറ്റർ ദൂരമാണ് വികസിപ്പിക്കേണ്ടത്. 7 വർഷമായിട്ടും നവീകരണം എങ്ങും എത്തിയില്ല എന്നതാണ് പരാതി. ഇതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് സൂചനാ സമരം നടത്തിയത്. ഇപ്പോൾ ഞങ്ങൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ഇത് അനിശ്ചിതകാലത്തിലേക്ക് മുന്നോട്ട് പോകണമെന്നുള്ളതിന് മുന്നോടിയായിട്ടാണ്. ഇതൊരു നല്ലൊരു തീരുമാനം ജില്ലാ കളക്ടർ അടിയന്തരമായ നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇത് അനിശ്ചിതകാലം നിരാഹാര സമരം എടുത്തുകൊണ്ട് ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളടക്കം ഇവിടെ വന്ന് ഈ റോഡ് മൊത്തം സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലാക്കും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ചൂരൽമല റോഡിന്റെ മാത്രമാണ് ഈ ഒരു പണിമുടക്ക്. അല്ലാത്ത പക്ഷം ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ലേ മെയിൻ റോഡ് ഊട്ടി റോഡ് വരെ തടയുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊരു സൂചന മാത്രം. ഞങ്ങൾ കേവലം പെട്ടെന്നുണ്ടാക്കിയ ആളുകളുടെ ഒരു സൂചനത്തിന്റെ ഫലമായിട്ടാണ് ഇത്ര ജനങ്ങൾ. ഇനിയും ഒട്ടനവധി ജനങ്ങൾ വരാണ്ട്, ഒട്ടനവധി മരണങ്ങൾ പോലും ഇവിടെ നടന്നിട്ട് ഈ നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികൾ ഈ ചൂരൽമല റോഡിനെ മാത്രം കണ്ണു തുറന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ ദയനീയമായ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ നിലവിലുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു മതിൽ മാർഗമില്ലാത്ത ഒരു റോഡ്, നിരവധി ദുരന്തങ്ങൾ നടന്ന ഒരു പ്രദേശം, ഈ റോഡിന്റെ പ്രവൃത്തി അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭത്തിന്റെ പേരിലാണ് ഫണ്ട് അനുവദിക്കുകയും റോഡിന്റെ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തത്. അന്ന് പറഞ്ഞത് 2025 മെയ് മാസത്തോടു കൂടിയിട്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ്. എന്നാൽ ഇനി മെയ് മാസം 15-ാം തീയതി ആവാൻ വെറും 15 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എങ്ങനെ പോയാലും അടുത്ത ഒരു വർഷത്തേക്ക് ഈ പ്രവൃത്തി തീരാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണാത്ത ഒരു സാഹചര്യമാണുള്ളത്. അടുത്തൊരു വർഷക്കാലം കൂടി ഈ രീതിയിലാണ് ഈ റോഡ് കിടക്കുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പ്രയാസം ജനങ്ങൾ നേരിടേണ്ടി വരും. മഴക്കാലം വരാനിരിക്കെ നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് ആവശ്യം. നിലവിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഇതുവഴിയുള്ള യാത്ര ദുഷ്കരം. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേഖലകളിലേക്കും ഇതുവഴി തന്നെയാണ് പോകേണ്ടത്. 2023 ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണ ജോലികൾ ഏറ്റെടുത്തത്. ആദ്യഘട്ടത്തിൽ വേഗത്തിലായിരുന്നു നവീകരണ ജോലികൾ, പിന്നീട് ഇഴഞ്ഞു നീങ്ങി. എത്രയും വേഗം നവീകരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് ജനം നൽകുന്നത്. 24 വയനാട്.